ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് ചാളപ്പേരി വയ്ക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക് എന്നിവയിട്ട് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത ഈ ചേരുവ നമുക്ക് ചൂടായി വന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിനു ശേഷം ഇച്ചിരി കറിവേപ്പിലയിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കുക. ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്നതിന് ശേഷം ഒരു മിക്സിയിലേക്ക് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പെരുംജീരകവും ഇട്ട് ചെറുതായി ഒന്ന് ചതച്ച് ചെറിയൊരു അരപ്പ് പോലെ ആക്കിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ വേവിച്ചെടുത്ത മീൻ റെഡിയായിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മൾ ചാള വേവിച്ചെടുത്തതാണ്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചീനിച്ചട്ടിയിലേക്കിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേണം നമ്മൾ മീൻ വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മീനുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി ഈ പരുവ് വരെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം നമുക്ക് പുളി ഞെരടിയ വെള്ളം ഇതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കും. നമുക്ക് വേണമെങ്കിൽ വാളംപുളിയോ കുടംപുളിയോ ഇട്ട് ഞെരടിയെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ വാളംപുളിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടച്ചെടുക്കണം. അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതോടെ നമ്മുടെ ചാളപ്പീര റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ബായ്.